ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന സാൻഡ്വിച്ച് പിസ്സയാണ്. വളരെ എളുപ്പം, നല്ല സോഫ്റ്റായ ഈ പിസ്സ, ടേസ്റ്റിയുമുള്ള ഈ പിസ്സ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ ടോപ്പിക്. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 സ്പൂണ് ഗീയും ചേർത്ത് ചൂടാക്കുക. 2 വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ചെറിയ ഫ്ലെയിമിൽ കരിഞ്ഞു പോകാതെ ഇത് ഇളക്കി കൊണ്ടിരിക്കണം. സോഫ്റ്റായതിനു ശേഷം ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും കൂടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഫ്രൈ ആയതിനു ശേഷം ചിക്കൻ ടിക്കയുടെ മസാല 1 ടേബിൾ സ്പൂൺ ഇതിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പട്ട പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ തീം പൗഡർ ചേർത്ത് കൊടുക്കുക. തൈമിൻ്റെ പൗഡർ, ഓർഗാനോ ലിവ്സിൻ്റെ 1 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓർഗാനോ ലിവ്സ് നമ്മുടെ ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ കിട്ടാറുണ്ട്. അത് മേടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് വൈറ്റ് പേപ്പർ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇതും കടകളിൽ മേടിക്കാൻ കിട്ടും. അതിനുശേഷം നന്നായി യോജിപ്പിച്ച് ഇതിലേക്ക് ബോയിൽ ചെയ്ത് നന്നായി ബോൺലെസ് ചിക്കൻ ബോയിൽ ചെയ്തത് 400 ഗ്രാംസെങ്കിലും ചീകിയെടുത്തത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി യോജിപ്പിച്ചതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക്, നമ്മൾ വേവിക്കാൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടായ ചിക്കൻ്റെ സ്റ്റോക്ക് 1 കപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി കുക്ക് ചെയ്യാൻ ഒരു 5 മിനിറ്റെങ്കിലും മൂടി വെച്ച് വേവിച്ചെടുക്കുക. അഞ്ച് മിനിറ്റിന് ശേഷം ചിക്കനിൽ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് മിൽക്ക്, കട്ടിയുള്ള മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഇളക്കി യോജിപ്പിച്ച് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ചൈനീസ് സാൾട്ട് 1 ടീസ്പൂണ്, ചിക്കൻ സ്റ്റോക്ക് 1 പാക്കറ്റ് ചേർത്ത് കൊടുക്കുക. നന്നായി യോജിപ്പിച്ച് മൂടി വയ്ക്കുക. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ തുറന്ന് ഇളക്കി നന്നായി ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇനി വേണ്ടത് മൈദപ്പൊടിയാണ്. 3 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യമുള്ള ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം.
അതിനുശേഷം കുറച്ച് 1 ടേബിൾ സ്പൂണ് ബ്ലാക്ക് പെപ്പറും ചേർത്ത് നന്നായി ഫ്രൈ ചെയ്ത് കരിഞ്ഞു പോകാതെ എടുത്തെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. ഇത് ഏകദേശം കുക്ക് ചെയ്യാനുള്ള സമയം ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പിസ്സയുടെ ഉണ്ടാക്കേണ്ട ഭാഗത്തേക്ക് പോകാം. ഇനി വേണ്ടത് കട്ടിയുള്ള ഒരു ഇഡ്ഡലി പാത്രം, അതെടുത്ത് അതിൽ കുറച്ച് നല്ല കൂടുതൽ ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു സ്റ്റീലിൻ്റെ ട്രാക്ക് വെച്ച് നന്നായി ചൂടാക്കിയെടുക്കുക. വലിയ മൂടിയുള്ള പാത്രം, അതിലേക്ക് കുറച്ച് ഉപ്പ് പൗഡർ ഇട്ട് കൊടുക്കുക, ഉപ്പ് പൊടിച്ചത്. ഇത് നന്നായി ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി വേണ്ടത് 1 കപ്പ് സോസാണ്. ഓനിയൻ പൗഡർ ഓപ്ഷനൽ വേണ്ടിയെങ്കിൽ ചേർക്കാം, 1 ടേബിൾ സ്പൂൺ. ഗാർലിക് പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ചില്ലി ഫ്ലക്സ്, മുളക് കട്ടിയായി പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഓർഗാനോ ലീവ്സ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇതാണ് ഈ പിസ്സയുടെ സോസ്. ഇതിനായി നമുക്ക് ഇനി വേണ്ടത് പിസ്സ ഉണ്ടാക്കാനുള്ള റൊട്ടിയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ആദ്യമായി വേണ്ടത് മൈദമാവാണ്. മൈദമാവ് 1/2 കിലോ എടുക്കുക. അതിലാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം സാൾട്ട് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈസ്റ്റ് 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഷുഗർ പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ന്യൂഡോ പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്ത സാധനങ്ങളൊക്കെ. അതിനുശേഷം 1 മുട്ട ചേർത്ത് കൊടുക്കുക. ഓയിൽ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ ഗീയോ ചേർത്ത് കൊടുക്കാം. ഗീയാണ് നല്ലത്. സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഗീ 1/2 kg, അതുപോലെ പശു നെയ്യ് ഒക്കെ ചേർക്കാം. അത് സ്ലോലി വെള്ളം ചേർത്ത് ലൂസാവാതെ, കൂടുതൽ ലൂസാവാതെ ഒരു നല്ല സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കണം മാവ് കുഴക്കുമ്പോൾ. അങ്ങനെ കുഴച്ചെടുക്കുക. ഇത് കവർ ചെയ്ത് പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി വെക്കണം. ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പിസ്സയുടെ മാവ് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇതിങ്ങനെ പൊങ്ങി വന്നിരിക്കും, നല്ല ബ്രോഡ് മാതിരി. ഇതിനെ ഒരു ഫ്ലാറ്റായ പ്രതലത്തിൽ ഇട്ട് മാവൊക്കെ ഇട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. നല്ല കട്ടിയിൽ തന്നെ ആയിരിക്കണം, കൂടുതൽ നൈസായി പോകാൻ പാടില്ല. അതിനുശേഷം ഷാർപ്പായിട്ടുള്ളത് എടുത്ത് ഇതേമാതിരി കട്ട് ചെയ്ത് എടുക്കുക. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും സാധനങ്ങൾ ഇത് പിസ്സയ്ക്ക് ആവശ്യമുള്ളത് എടുക്കുക.
അതിനുശേഷം ഒരു പിസ്സ പാനിൽ ഓയിൽ ഒഴിച്ച് നന്നായി പുരട്ടി കൊടുക്കുക. ഇതിൽ നമ്മൾ എടുത്തു വെച്ച പിസ്സ സൈഡ് കനത്തിൽ ഉള്ളിൽ കനം കുറഞ്ഞും ഷേപ്പാക്കി ഈ ഫ്രൈ പാനിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പിസ്സയുടെ സോസ് ഇതിൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ചീസ് സ്പ്രെഡ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ചിക്കൻ മസാല ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം റൗണ്ടായി കട്ട് ചെയ്ത തക്കാളി, ക്യാപ്സിക്കം, പച്ചമുളക്, വേണ്ടുന്ന ആൾക്കാർക്ക് പച്ചമുളക് വെക്കാം, അല്ലാത്തവർക്ക് വെക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ചീസ് ഇതിലേക്ക് കൊടുക്കുക. കട്ട് ചെയ്ത ഒലിവിൻ്റെ കായ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ടോപ്പിക്കായിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത ചീസ് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്നോ രണ്ടോ പീസ് ഒലിവിൻ്റെ കായ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലിവിസ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുട്ടയുടെ ചുവപ്പ് 4 ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. മുകളിലും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. നന്നായി മൂടി വെക്കുക. എല്ലാവരുടെ വീട്ടിലും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ചെമ്പ് പാത്രമൊക്കെ ഉണ്ടാവും. ആ പാത്രമാണ് ഇതിനുപയോഗിക്കുന്നത്. 10 മിനിറ്റിന് ശേഷം നമ്മുടെ പിസ്സ മെൽട്ടായി തയ്യാറായിരിക്കുന്നുണ്ടാവും. വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. നന്നായി പൊങ്ങി നല്ല സോഫ്റ്റായ പിസ്സ നമുക്ക് അതിൽ നിന്നും എടുക്കാം. വീണ്ടും നമുക്ക് ആവശ്യമുള്ള പിസ്സ ആദ്യം ചെയ്തതുപോലെ തന്നെ സൈഡിൽ മാവ് വെച്ച് ഷേപ്പ് ചെയ്യുക. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന മസാലകളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊള്ളും. ഇത് രണ്ടാമത്തെ രീതിയാണ്. അതിനുശേഷം സോസ് ഒഴിക്കുക, ചിക്കൻ ടോപ്പിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഫില്ല് ചെയ്യുക. ക്യാപ്സിക്കം, ടൊമാറ്റോ, അതുപോലെ തന്നെ തക്കാളി, ഇതൊക്കെ ഇട്ടതിന് ശേഷം ചീസ് ഇട്ട് കൊടുക്കുക. ഒലിവ് കട്ട് ചെയ്ത് പീസ് ഇട്ട് കൊടുക്കുക. ഗീ ഒഴിച്ച് കൊടുക്കുക. സ്വാദിഷ്ടമായ പിസ്സ ഇനി നമുക്ക് ഓവനിലും ഇതേമാതിരി ഉണ്ടാക്കാം. ഇതിപ്പോൾ ഓവനിൽ ഉണ്ടാക്കിയതാണ്. വളരെ സോഫ്റ്റും കൂടെ സ്വാദിഷ്ടമായാണ് ഈ പിസ്സ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ കഴിയുന്നത്. ഈ പിസ്സ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നമസ്കാരം, നന്ദി.